Hi all, it's me your brother and welcome back. So ഇന്ന് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് 7 ഹെൽത്ത് കെയർ ടിപ്സ് ആണ്. ആൺകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള ഹാബിറ്റ്സ്. നമുക്കറിയാം നമ്മുടെ സൊസൈറ്റി നമ്മളെ ജഡ്ജ് ചെയ്യുന്നത് ആദ്യം നമ്മുടെ അപ്പിയറൻസ് വെച്ചിട്ടാണ് അല്ലെ. സോ നമ്മുടെ അപ്പിയറൻസിൽ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് റോൾ വഹിക്കുന്നത് നമ്മളുടെ ഹെയർ ആണ്, ഹെയർ സ്റ്റൈൽ ആണ്. സോ നമ്മളുടെ ഹെയറിനെ നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ട് കീപ്പ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ എന്തൊക്കെയാണ് ആ ഹെയർ കെയർ ടിപ്സ് എന്ന് നമുക്ക് നോക്കാം. നമ്പർ 1, ഡോണ്ട് ഷാംപൂ എവറി ഡേ. ചില ആളുകളുണ്ട്, അവര് എല്ലാ ദിവസവും കുളിക്കുന്ന സമയത്ത് ഷാംപൂ തേച്ച് കുളിക്കും. അതിന്റെ ഒരാവശ്യമില്ല. ഇറ്റ് ഈസ് ആക്ച്വലി നോട്ട് നെസസറി. കാരണം നമ്മൾ ഷാംപൂ ചെയ്യുന്ന സമയത്തൊക്കെ നമ്മളുടെ മുടിയിലുള്ള നാച്ചുറൽ ഓയിൽസ് അത് എടുത്ത് കളയും. അപ്പൊ നമ്മൾ ഡെയിലി ഷാംപൂ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതൊരിക്കലും നമ്മുടെ ഹെയറിന് നല്ലതായിരിക്കില്ല. നമ്മളെ നെഗറ്റീവ് ആയിട്ട് അത് ബാധിക്കുകയുള്ളൂ. പക്ഷെ നിങ്ങൾ ഡെയിലി കുളിക്കണം. പക്ഷെ കുളിക്കുമ്പോൾ നിങ്ങളുടെ മുടി സാധാ വെള്ളത്തിൽ നനച്ചാൽ മാത്രം മതി. മിക്ക ബാർബേഴ്സും റെക്കമെൻഡ് ചെയ്യുന്നത് ആഴ്ചയിൽ 2 അല്ലെങ്കിൽ മാക്സിമം 3 പ്രാവശ്യം ഷാംപൂ ഉപയോഗിക്കാം എന്നാണ്. സോ ഡോണ്ട് ഷാംപൂ എവറി ഡേ. നമ്പർ 2, ബി ജെന്റിൽ വെൻ ടവലിംഗ് ഓഫ്. ചില ആളുകളുണ്ട്, അവർ കുളി കഴിഞ്ഞാൽ ആ നനഞ്ഞ മുടി പെട്ടെന്ന് ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് ഭയങ്കര അഗ്രസീവായിട്ട് നന്നായിട്ട് അമർത്തിയിട്ട് തോർത്തും. അത് ഒരിക്കലും ചെയ്യരുത്. ബിക്കോസ് അത് നമ്മളുടെ മുടിയെ നെഗറ്റീവായിട്ട് ഇമ്പാക്ട് ചെയ്യുള്ളൂ. കാരണം അങ്ങനെ നമ്മൾ അഗ്രസീവായിട്ട് തോർത്തി കഴിഞ്ഞാൽ നമ്മളുടെ മുടി ബ്രേക്ക് ആവാനായിട്ട് അത് കാരണമാകും. അപ്പൊ എന്ത് ചെയ്യാ, തല തോർത്തുമ്പോ ഒന്ന് ജെന്റിലായിട്ട് ഒന്ന് മയത്തിലൊക്കെ തോർത്ത് ശീലിക്കാം. ഓക്കെ. നമ്പർ 3, ഇൻവെസ്റ്റ് ഇൻ റൈറ്റ് പ്രോഡക്ട്സ്. ശരിയായ പ്രൊഡക്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് നിങ്ങൾ ഉപയോഗിക്കുന്ന ഷാംപൂ മുതൽ നിങ്ങളുടെ മുടി സ്റ്റൈൽ ചെയ്യാൻ ഉപയോഗിക്കുന്ന വാക്സ് വരെ എല്ലാ ഹെയർ പ്രൊഡക്ട്സിനും ആപ്ലിക്കബിൾ ആണ്. ആദ്യം നിങ്ങളുടെ മുടി ഏത് ടൈപ്പ് ആണ് എന്നുള്ളത് മനസ്സിലാക്കണം. സ്ട്രെയിറ്റ് ആണോ, കേർലി ആണോ, വേവി ആണോ, തിൻ ആണോ, ഡ്രൈ ആണോ എന്നുള്ളത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചുള്ള ഹെയർ പ്രൊഡക്ട്സ് യൂസ് ചെയ്യണം. അപ്പൊ അത്തരത്തിലുള്ള നല്ലൊരു ഹെയർ കെയർ പ്രോഡക്റ്റ് ഞാൻ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാം. ഹെൽത്തി ആയിട്ടുള്ള ഹെയറിന് ബയോട്ടിൻ, സിങ്ക്, മൾട്ടി വിറ്റാമിൻസ് തുടങ്ങിയ ന്യൂട്രിയൻസ് ഒക്കെ ആവശ്യമാണ്. ഈ ന്യൂട്രിയൻസ് എല്ലാം അടങ്ങിയിട്ടുള്ള ഹെയർ വിറ്റാമിൻ സപ്ലിമെന്റ്സ് ആണ് മാൻ മാറ്റേഴ്സ് ഹെയർ ഗമ്മീസ്. ഇത് നമുക്കിങ്ങനെ ച്യൂ ചെയ്ത് കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മളുടെ ഹെയർ ആൻഡ് ബിയർഡ് ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യും, മുടിയെ കൂടുതൽ തിക്കാക്കാനും സ്ട്രോങ് ആക്കാനും ഹെൽപ്പ് ചെയ്യും, മുടി ബ്രേക്ക് ആവുന്നത് കുറയ്ക്കും, കൊളാജിൻ എന്ന പ്രോട്ടീനിന്റെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്ത് നമ്മളുടെ മുടിയെ ഏജിങ്ങിൽ നിന്ന് പ്രിവെന്റ് ചെയ്യും. ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ ബയോട്ടിൻ. അതേപോലെ സിങ്ക്, വിറ്റാമിൻ എ, സി ആൻഡ് ഇയും ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെയിലി ഒരെണ്ണം വെച്ച് കഴിക്കാം. ഇത് 2-3 മാസത്തേക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് കഴിച്ചാലേ നല്ല റിസൾട്ട് ഉണ്ടാവുള്ളൂ. ആൻഡ് ഇത് കംപ്ലീറ്റ്ലി സേഫ് ആണ്, സൈഡ് എഫക്ട്സ് ഒന്നുമില്ല. ഷുഗർ ഫ്രീ ആണ്, 100% വെജിറ്റേറിയൻ ആണ് ആൻഡ് ജലാറ്റിൻ ഫ്രീ ആണ്. ഹെയർ ഫാളിൻ്റെ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് റീസൺ എന്ന് പറയുന്നത് പ്രോപ്പർ ഡയറ്റ് ഫോളോ ചെയ്യുന്നില്ല എന്നതാണ്. ആവശ്യത്തിന് ന്യൂട്രിയൻസ് നമ്മുടെ ശരീരത്തിൽ എത്തുന്നില്ല എന്നതാണ്. സോ ആ ഒരു പ്രശ്നം ഈ മാൻ മാറ്റേഴ്സ് ഹെയർ ഗമ്മീസ് സോൾവ് ചെയ്യും. ആൻഡ് ഇതൊരു മിഠായിയുടെ ഫോമിലായതുകൊണ്ട് ഉപയോഗിക്കാനായിട്ട് സൂപ്പർ കൺവീനിയൻറ്റുമാണ്. സോ ഇത് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ആൻഡ് ഇവർ ഫ്രീ ആയിട്ട് ആൺകുട്ടികളുടെ ഹെൽത്തിന് വേണ്ടിയിട്ടുള്ള ഓൺലൈനായിട്ട് ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്യാനുള്ള ഫെസിലിറ്റിയും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സോ മേക്ക് യൂസ് ഓഫ് ദാറ്റ്. നമ്പർ 4, ഗെറ്റ് എ ഹെയർ കട്ട് റെഗുലർലി. ഒരു റെഗുലർ ആയിട്ടുള്ള ഹെയർ കട്ട് റൂട്ടീൻ ഫോളോ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ മാസത്തിൽ ഒരിക്കലോ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 1.5 മാസം കൂടുമ്പോഴോ മുടി വെട്ടിയിരിക്കണം. ഇനിയിപ്പോൾ ഒരു അഡീഷണൽ ടിപ്പ് കൂടി പറയുകയാണെന്നുണ്ടെങ്കിൽ കഴിയുമെങ്കിൽ നിങ്ങൾ രാവിലെ മുടി വെട്ടാൻ പോവുക. അത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് മിക്ക ബാർബേഴ്സും അവർ വർക്കൊക്കെ ചെയ്ത് ഭയങ്കര ടയേർഡ് ആയിരിക്കും. ബട്ട് മോർണിംഗിലാണെങ്കിൽ അവർ ഭയങ്കര ഫ്രഷ് ആയിരിക്കും. സോ ദേ വിൽ പ്രോബബ്ലി ഹാവ് എ ഷാർപ്പർ ഐ ഓൺ യു. നമ്പർ 5, ലിമിറ്റ് സൺ എക്സ്പോഷർ. വെയില് അധികമായിട്ട് കൊള്ളാതിരിക്കാം, എസ്പെഷ്യലി മുടിയുടെ വോളിയം ഒക്കെ കുറവുള്ളവര്. കാരണം നമ്മുടെ സ്കാൽപ്പിന് സൂര്യാതാപം ഏറ്റു കഴിഞ്ഞാൽ അത് സൂപ്പർ ഓക്സൈഡ് എന്നൊരു കോമ്പൗണ്ട് പ്രൊഡ്യൂസ് ആവാനായിട്ട് കാരണമാകും. അത് നമ്മളുടെ ഹെയർ ഗ്രോത്തിനെ നല്ല രീതിയിൽ അഫക്ട് ചെയ്യും. സോ ലിമിറ്റ് സൺ എക്സ്പോഷർ. നമ്പർ 6, ഡോണ്ട് സ്ട്രെസ്. നമുക്കറിയാം ഇന്ന് നമ്മുടെ സൊസൈറ്റിയിൽ, ഇന്ന് നമ്മളുടെ ലോകത്ത് സ്ട്രെസ്ഡ് ആവാനായിട്ട് ഒരുപാട് കാരണങ്ങളുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഡെയിലി ഈ സ്ട്രെസ് കുറയ്ക്കാനായിട്ട് നിങ്ങൾ കുറച്ച് സമയം ഒന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. അതോടൊപ്പം അത് നമ്മളുടെ മുടിക്കും നല്ലതാണ്. നമ്മൾ സ്ട്രെസ്ഡ് ആയി കഴിഞ്ഞാൽ നമ്മുടെ സ്കാൽപ്പ് ടൈറ്റ് ആയിട്ട് ബ്ലഡ് ഫ്ലോനെ അത് റീസ്ട്രിക്ട് ചെയ്യും. അത് നമ്മുടെ ഹെയർ ഗ്രോത്തിനെ ബാധിക്കുകയും ചെയ്യും. അപ്പോൾ സ്ട്രെസ് കുറയ്ക്കാനായിട്ടുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാം. ലൈക്ക് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുക, ഡെയിലി വർക്ക്ഔട്ട് ചെയ്യുക, അതേപോലെ തന്നെ സ്കാൽപ്പ് മസാജ് ചെയ്യുന്നതും നല്ലൊരു കാര്യമാണ്. ആൻഡ് ഫൈനലി നമ്പർ 7, സ്റ്റേ ഹെൽത്തി. യെസ്, നിങ്ങൾ എക്സ്പെക്ട് ചെയ്ത് തന്നെ
നല്ല ഭക്ഷണം കഴിക്കുക, നന്നായിട്ട് ഉറങ്ങുക, അതേപോലെ തന്നെ ഡെയിലി വർക്ക്ഔട്ട് ചെയ്യുക, അതുപോലെ തന്നെ ആവശ്യത്തിന് ന്യൂട്രിയൻസ് ലൈക്ക് സിങ്ക്, വിറ്റാമിൻ ഡി ആൻഡ് വിറ്റാമിൻ സി ഇതെല്ലാം നമുക്ക് ആവശ്യത്തിന് കിട്ടുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ 7 ടിപ്സ് നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഹെയർ കീപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. ഹാവ് എ നൈസ് ഡേ.